പെട്ടെന്നൊരു പായസം കുടിക്കണമെന്ന് തോന്നി. എന്നാൽ പിന്നെ സേമിയ പായസം ഉണ്ടായിക്കളെ. 1.5 ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ചു. ഇനി ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നന്നായി തിളച്ച് കഴിയുമ്പോൾ 1.5 ഗ്ലാസ് വറുത്ത സേമിയ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സേമിയ നല്ലോണം വെന്ത് പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ലിറ്റർ തിളച്ച പാല് ചേർത്ത് കൊടുക്കാം. പാട കെട്ടാണ്ട് തിളപ്പിച്ച പാലായിരിക്കണം ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് 3/4 ഗ്ലാസ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒരല്പം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ ഒരു 5 മിനിറ്റും കൂടെ ചെറിയ തീയിൽ തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നെയ്യിൽ വറുത്ത കശുവണ്ടിയും മുന്തിരിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പായസം റെഡി. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാണണമെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ലിങ്കിൽ കൊടുക്കാം. എല്ലാവരും കണ്ടു നോക്കൂ. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.